നമുക്കൊരു റോസ് അങ്ങോട്ട് നട്ടാലോ? പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ എങ്ങനെയാണോ നിങ്ങൾ റോസ് നടുന്നതെന്ന്. അപ്പോൾ നമുക്ക് റോസ് നടുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഞാൻ മേടിച്ചാണ്, ഇന്നലെ വാങ്ങിയതാണ്. ഈ റോസ് നമുക്ക് നടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് റോസ് നടുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതിനായി നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് നമ്മൾ ആദ്യമായി ഇവിടെ ദ്വാരം ഇടണം, ഈ ചട്ടിയുടെ അകത്ത്. അപ്പോൾ ഒരു 3-4 ദ്വാരം ഇട്ടിട്ട് അതിന് ശേഷം നമ്മൾ ഇത് കണ്ടോ, എന്തെങ്കിലും ഇഷ്ടികയുടെ ചെറിയ കഷ്ണമോ അല്ലാതെ നമ്മുടെ ഓടിൻ്റെ പീസോ വെച്ച് നമ്മളിവിടെ ഒന്ന് ദ്വാരം നിറയ്ക്കുക. അതിന് ശേഷം നമ്മൾ മണ്ണ് ഇതിലേക്ക് നിറയ്ക്കാം. മണ്ണ് നിറയ്ക്കുമ്പോൾ ഈ ഒരുപാട് ചരലുള്ള മണ്ണൊന്നും നിറയ്ക്കരുത്. നമ്മുടെ നാട്ടിലുള്ളത് ഒരുപാട് ചരലുള്ള മണ്ണാണ്. പക്ഷെ ആ ചരലെല്ലാം നമ്മളൊന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കാൻ. നേരത്തെ ഞാൻ ചെടിക്ക് എടുത്ത മണ്ണാണ്. അപ്പോൾ നമ്മൾ ഇത്ര ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലുപൊടിയും ചാണകപ്പൊടിയും നമ്മുടെ വേപ്പും മണ്ണാക്കും കൂടെ മിക്സ്ഡ് ചെയ്താണ് ഇതെല്ലാം. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ മണ്ണ് നിറയ്ക്കാം. ഈ മുകളിലുള്ള ചരലെല്ലാം നമുക്കൊന്ന് നീക്കം ചെയ്യാം. നമുക്ക് ചട്ടിലേക്ക് വെക്കാം. അതിനായിട്ട് ഇതിൻ്റെ കവറിലായിരുന്നു നമുക്ക് മാറ്റാം. ബ്ലേഡ് വെച്ച് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പം ഞാനാണ് വെക്കുന്നത്. എന്നാ പിടിച്ചേ, വേണ്ട പിടിച്ചോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിലും നമുക്ക് മണ്ണ് നിറയ്ക്കാം. ഇനി നമ്മൾ ഇങ്ങോട്ട് അടുപ്പിച്ച് വന്നേ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബഡിന് താഴെ വരെ നമ്മൾ മണ്ണിടണം. ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിടാൻ പാടില്ല. ഞാൻ പറയുന്നത് അകത്ത് പിടി. ഈ ചരലെല്ലാം നമുക്കൊന്ന് മാറ്റാം. ചില ആളുകൾ ചുമ്മാ റോസ കൊണ്ട് വെക്കും, പക്ഷെ അങ്ങനെയല്ല ഇടണ്ടേ. അപ്പോൾ റോസ് എങ്ങനെ
നടാമെന്ന് നിങ്ങൾ പഠിച്ചിട്ടു. ഇനി ഒരു ചെറിയ പണി കൂടെ ഉണ്ട്. അമ്മ ചെയ്തു. ഇതിൻ്റെ മുകളിലത്തെ അതൊന്ന് വെട്ടിയേക്ക്, അല്ല ക്യാമറ ശരിക്കും പിടിക്കും. അപ്പം നമ്മളിതിൻ്റെ ഈ 2 ഇലയുടെ താഴെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഇനിയും ശേഖരങ്ങളും വരാൻ വേണ്ടിയാണിത്. അപ്പോൾ നമ്മുടെ റോസ് നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.